നമസ്കാരം. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 4 പേരുടെ മരണത്തിനും 20 പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ദുരന്തത്തിന് കാരണം ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണെന്നാണ് പ്രാഥമികമായി പുറത്തു വന്നിട്ടുള്ള വിവരം. രമാമോഹൻ, അരുൺ ഹരി, സംഗീത്, ബിന്ദു ഉണ്ണിത്താൻ എന്നിവരാണ് മരണപ്പെട്ടത്. രമാമോഹൻ, അരുൺ ഹരി, സംഗീത് എന്നിവരുടെ മൃതദേഹങ്ങൾ കുട്ടിക്കാനം മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും ബിന്ദു ഉണ്ണിത്താൻ്റെ മൃതദേഹം പാല മെഡിസിറ്റിയിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. മാവേലിക്കരയിൽ നിന്നും KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി തഞ്ചാവൂർ, മധുര എന്നിവിടങ്ങളിലേക്ക് തീർത്ഥാടനത്തിനായി പുറപ്പെട്ട 34 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന സൂപ്പർ ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മറിഞ്ഞ ബസ് 70 അടിയോളം താഴ്ചയിൽ മരങ്ങളിൽ തട്ടി നിൽക്കുകയായിരുന്നു. ഇത് അപകടത്തിൻ്റെ ആഘാതം കുറച്ചെന്നും ഇല്ലെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടായിരുന്നെന്നുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഹൈവേ പോലീസും പ്രദേശവാസികളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. യാത്രാസംഘം തഞ്ചാവൂരിൽ നിന്നും മടങ്ങിവരവേ കുട്ടിക്കാനം മുണ്ടക്കയം റോഡിൽ പുല്ലുപാറ കള്ളിവേലിൽ എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർമാർ അടക്കം ആകെ ബസ്സിൽ 37 പേരുണ്ടായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു എന്നിവർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. ഇൻഫോർ മലയാളം, ഇടുക്കി.